ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. ഇന്ന് ചെറിയൊരു വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ബേബി ഫോട്ടോഗ്രാഫിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ നിങ്ങളുടെ ബേബി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കിഡ്സ് ഫോട്ടോഗ്രാഫി, ബേബി ഫോട്ടോഗ്രാഫി നമുക്ക് മാറ്റി നിർത്താം. കിഡ്സ് ഫോട്ടോഗ്രാഫി നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു 10 മടങ്ങ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഗസ് ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ iStudio Bangalore എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, iStudio_Bangalore. അതിൽ നോക്കിയാൽ നമ്മളെങ്ങനെയാണ് കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലെ ഏകദേശം എനിക്ക് തോന്നുന്നു 80% ഫോട്ടോസും ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നതും. അപ്പോൾ ഇതെങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഈ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം വീഡിയോയുടെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാറ്റർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ, കിഡ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു നടക്കാനായിട്ട് പ്രായമായ കുട്ടികൾ അല്ലെങ്കിൽ അത്യാവശ്യം സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്കാണ്. നമ്മൾ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് നോക്കിയാൽ നമ്മൾ കിഡ്സിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 80% ഫോട്ടോസും അവരുടെ ഐ ലെവലിൻ്റെ താഴെ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ പൊക്കം ഇത്രയും ആണെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ പൊക്കത്തിനനുസരിച്ച് ക്യാമറ പിടിച്ചത്. ഇപ്പോൾ ഇതൊരു കുട്ടിയുടെ ഹൈറ്റ് ഇവിടം വരെയാണെങ്കിൽ ക്യാമറ ഇവിടെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റിന് മുകളിലേക്ക് പോകാതെ ക്യാമറ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഒരു വേൾഡ് നമുക്കൊരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോ ആയിട്ട്, ഞാൻ ഒട്ടുമിക്ക ഷോട്ട്സിന് വളരെ ലോ ആയിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുൽപ്പരപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ പുല്ലിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, അതായത് ഒരു ബ്ലർ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ലോ ആയിട്ട് നമ്മുടെ ക്യാമറയുടെ ലെൻസ് തറയിൽ തട്ടുന്ന രീതിയിൽ ലോ ആയിട്ട് ഞാൻ ചില ഫോട്ടോസ് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം കുട്ടിയുടെ ആ ഒരു ഐ ലെവലിന് താഴേക്ക് മുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതൊരു 80%. ബാക്കി 20% നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്നൊരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് ബാക്കി 20% കൊണ്ട് ഫില്ല് ചെയ്യാം. പക്ഷേ കുട്ടികളുടെ ഫോട്ടോസ് നമുക്ക് മനോഹരമായി തോന്നണമെങ്കിൽ മെയിനായിട്ട് എന്ത് ചെയ്താലും അവരുടെ ആ ഒരു ആംഗിളിൽ, അവർ ആ ലോകത്തെ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു ആംഗിളിലേക്ക് താന്നു വന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ഞാനങ്ങനെ പറയാൻ കാരണം നമ്മളുടെ ട്രെയിനിങ് പീരീഡിലാണെങ്കിലും ഈ കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് അങ്ങനെയാണ്. മീൻസ് ഒട്ടുമിക്ക ആൾക്കാരും ജസ്റ്റ് ആ തറയിൽ ഇരുന്നൊന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറില്ല. കൂടുതലും ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ നിന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കാൽമുട്ടുകളൊക്കെ ഒന്ന് മടക്കി ആ ഒരു കുഞ്ഞിൻ്റെ ലെവലിൽ വന്നിട്ട്, ഹൈറ്റ് കുറഞ്ഞ കൊച്ചു പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്പ് ഔട്ട് LCD സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ LCD സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് കുനിയാൻ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ, മീൻസ് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്ലിപ്പ് ഔട്ട് LCD സ്ക്രീനൊക്കെയുള്ള ക്യാമറയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്ലിപ്പ് ഔട്ട് ചെയ്തിട്ട് തറയിൽ ആ ഒരു ബേബി ലെവലിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജസ്റ്റ് സിംഗിൾ ഒരു ടിപ്പ് കൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി മാറും. നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാം. ഫോട്ടോഗ്രാഫിയോടനുബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, കോമ്പോസിഷൻ, ലൈറ്റിംഗ് മുതലായ കാര്യങ്ങളൊക്കെ. എങ്കിലും അത്യാവശ്യം നല്ലൊരു കോമ്പോസിഷനും ലോ ലെവലിലുള്ള ഒരു ഫോട്ടോയും ഒരു ഷോട്ടുമാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യൂ പോയിൻറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യൂ പോയിൻറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോയെക്കാട്ടും എന്തുകൊണ്ടും ഒരു 10 മടങ്ങ് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മീൻസ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നാട്ടിലും ഇപ്പോൾ കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പാണ്. നിങ്ങൾ ഇതുപോലെ നാട്ടിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഏകദേശം 2-3 വർഷത്തോളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, കിഡ്സ് ഫോട്ടോഗ്രാഫി മാത്രം. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.